ഞങ്ങളുടെ വേഷം കാണുമ്പോൾ ഏതെങ്കിലും കല്യാണത്തിന് പോവാണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഇവിടെ സ്വർണ്ണക്കമ്മലാണ്, ജിമിക്കി കമ്മലിട്ട് ക്രിസ്റ്റോറിന്റെ അവിടെ പോയിട്ട് ഇത് അളവിനാക്കിട്ടാ. ഈ മുദ്ര സ്വർണ്ണാണ് കേട്ടാ. 3500 രൂപ കൂടി ബില്ല് വന്നിട്ടുണ്ടായിരുന്നു. പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു മാലയുണ്ട്, ആ മാലയാണിത്. കണ്ണു പറ്റാണ്ടിരിക്കാൻ എന്നൊക്കെ പറയണ പോലത്തെ മാല. ഇതിന് സ്വർണ്ണാവൂ കണ്ട, ഭയങ്കര ഫിനിഷിങ്. പക്ഷെ അല്ല എന്താ ഭംഗിയില്ലേ. ഇനി നാഗവല്ലി കേരളാണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. സരിത ഭയങ്കര ഭംഗിയുള്ള ഒരു ധാവണി എടുത്തിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വേഷം കാണുമ്പോൾ ഏതെങ്കിലും കല്യാണത്തിന് പോവാണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഇവിടേക്ക് പോണില്ല, ശരിക്കും ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്ത ഡ്രസ്സാണ് ഇട്ടത്. അപ്പോൾ സരിതയുടെ കഴുത്തിലൊരു നെക്ലസ് ഉണ്ട്, അടിപൊളി. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ചില വീഡിയോകളിലൊക്കെ കാണാം. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് എടുത്തോണ്ടത്? സരിതയുടെ ആഭരണ കളക്ഷൻ എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് കുറേ നാൾ മുമ്പ് നമ്മൾ 2 കൊല്ലം മുമ്പ് ഇട്ടിട്ടുണ്ടല്ലേ. ആ സമയത്ത് അതിന് ശേഷമുള്ളത് അതിനുശേഷം ഇപ്പൊ ഞാൻ ഇടാറുള്ള ചില മാലകളുണ്ട്. മാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിട്ടുള്ള കുഞ്ഞ മാല, ഒരു ചെറിയ ലോക്കറ്റൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിയിൽ ഇങ്ങനെ കമൻസ് വരാറുണ്ട്, നല്ല ഭംഗിയുണ്ട് മാല, എവിടെ നിന്ന് എടുത്തതാ, സ്വർണ്ണമാണോ, ഓൺലൈനിൽ വാങ്ങിച്ചതാണ്, അതിൻ്റെ ലിങ്ക് തരൂ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കമൻസ് വരാറുണ്ട്. അപ്പം ഞാൻ പരമാവധി കാണുന്നതിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിനോട് താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമേ ഈ വീഡിയോ ഇഷ്ടപ്പെടുള്ളൂ കേട്ടോ, അല്ലാണ്ട് ഇത് വേറെ വീഡിയോ ഒന്നുമല്ല. അപ്പോൾ അത് കാണിക്കാനായിട്ട് ഇപ്പോൾ ഈ വേഷത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തായാലും ആഭരണങ്ങളല്ല കാണിക്കണം, അപ്പം നല്ല ഭംഗിയിൽ നമുക്ക് നിൽക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ എടുത്തു വന്നേക്കണം കേട്ടോ. അപ്പോൾ ആഭരണങ്ങൾ കാണിക്കണതിന് മുന്നൊരു കാര്യം കൂടി പറയണത് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ ഇത് എടുത്തത് ഇതിനെ കുറിച്ചിട്ട് വെറുതെ ഇതിനിപ്പോൾ എവിടെ നിന്ന് എടുത്തതെന്നൊക്കെ ചോദിക്കും, അതുകൊണ്ട് ഞാൻ പറയാണ്. നമ്മുടെ ഹൈ റോഡിലുള്ള ക്വീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയുണ്ട് തൃശ്ശൂർ. അവിടെ നിന്നാണ്. അതിൽ കൂടെ ഒരു ദിവസം പോകുമ്പോൾ അവിടുത്തെ ഡിസ്പ്ലേ ചെയ്തിട്ട് ഒരു മെറൂൺ കളർ ധാവണി കൊടുത്തിട്ട് ബൊമ്മ നിൽക്കണം. അപ്പോൾ തന്നെ ഞാൻ ചേട്ടനോട് അയ്യോ എന്തൊരു ഭംഗി, അത് കാണാൻ, എനിക്കത് വേണം അങ്ങനെ പറഞ്ഞു. അപ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കല്യാണം വരുന്നുണ്ട്, അപ്പോൾ ആ കല്യാണത്തിന് എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇന്ന് പോവാം, നാളെ പോവാം, ഇന്ന് പോവാം, നാളെ പോവാം. ആ കല്യാണത്തിൻ്റെ 2 ദിവസം മുന്നാണ് ഞങ്ങളത് വാങ്ങിക്കാൻ പോയത്. ആ കടയിൽ ചെന്നപ്പോൾ ഇല്ല, ആ മെറൂൺ കളർ കണ്ടില്ല, വേറെ കുറേ കളറുണ്ട്, പച്ചയും മഞ്ഞയും കുറേ കോമ്പിനേഷനുകൾ കണ്ടു. അപ്പോൾ എനിക്ക് പക്ഷേ ഒന്നും ഇഷ്ടമായില്ല. ലാസ്റ്റ് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് ഇത്. ഇത് സെമി സ്റ്റിച്ചഡ് ആണ്, ബ്ലൗസ് തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല, പാവാടയായാലും കുറച്ച് തയ്ച്ചിട്ടുള്ളൂ, ഇങ്ങനെ ഞെറി മാത്രം, ഒരു സൈഡ് മൊത്തം ഇങ്ങനെ. അത് അവരവരെ അരവണ്ണമൊക്കെ അനുസരിച്ചിട്ടൊക്കെയാണ് തയ്ക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ സിനി ഉണ്ടല്ലോ, നമ്മുടെ ചെറിയേട്ടൻ്റെ മോൻ്റെ കല്യാണത്തിന് എനിക്ക് എൻ്റെ ബ്ലൗസ് വർക്കൊക്കെ ആബ എന്നാണ് വരിക. നമ്മുടെ അതെവിടെയാണെന്നറിയോ? അത് പാലസ് റോഡിലാണ് കേട്ടോ. അത് പിന്നെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അതെവിടെയാണ് തയ്ച്ചതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവിടെ സിനിക്ക് ഞാൻ അപ്പം തന്നെ വിളിച്ചു, ആ ക്വീനിൽ നിന്നിട്ട് വിളിച്ചു, ഞാൻ ഇന്ന് എടുക്കണം, എനിക്ക് മറ്റന്നാളാണ് കല്യാണം, എനിക്ക് നാളെ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി ഒന്ന് തയ്ച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയാണ് ഈ ബ്ലൗസൊക്കെ തയ്ച്ചത്. ആ ബ്ലൗസ് എനിക്കൊരു മോഡൽ ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ അത് തയ്ക്കാനുള്ള തുണിയിലില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നല്ല വൃത്തിയിൽ ബാക്ക് ഓപ്പൺ ആയിട്ടാണ് തയ്ച്ചാണ്. അപ്പോൾ ഇങ്ങനെ ബ്ലൗസ് ആയാലും ചുരിദാറുകളായാലും എന്താ പറയുക ബ്രൈഡൽ വർക്ക്സ് ആയാലും കുട്ടികൾക്കുള്ള സാധനങ്ങളായാലും ഒക്കെ അവിടെ അടിപൊളിയായിട്ട് തയ്ച്ചു തരും കേട്ടോ. അവിടെ വർക്കുകളും ഹാൻഡ് വർക്കുകളും ഒക്കെ ചെയ്ത് സൂപ്പറാക്കി തരും. അപ്പം അങ്ങനെ വേണമെന്നുള്ളവർ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. സിനി എന്നാണ് കേട്ടോ പേര് അവളുടെ. അപ്പം അങ്ങനെ അപ്പോൾ തുടങ്ങാല്ലേ. ആഭരണ പെട്ടി എടുക്കും. ഒരു പെട്ടിയല്ല, കുറേ പെട്ടികളുണ്ട്. ഇനി നാഗവല്ലി കേരളാണ്. മാങ്ങാമാല, മറ്റേ മാല, പെണ്ണുങ്ങൾക്ക് അല്ല ആണുങ്ങൾക്ക് എന്തൊരു സുഖ, ഒരു ഷർട്ടും മുണ്ടും മാത്രം മതി. ഇവർക്ക് ഓരോ ഡ്രസ്സുകൾക്ക് അനുസരിച്ച് ഓരോ വക സാധനങ്ങൾ. ഈ ഡയലോഗ് കേട്ട് ഞാൻ തളമ്പിച്ചിരിക്കുന്നതാണ്. ഉണ്ടെങ്കിലും നമ്മൾ ഡ്രസ്സ് മാറി വരുമ്പോൾ ചേട്ടൻ്റെ ഡ്രസ്സ് മാറല് 1 മിനിറ്റ് കൊണ്ട് കഴിയില്ലോ. ഇത് ഇങ്ങനെ എടുത്തിടല്ലേ വേണ്ടോ. എന്നിട്ട് ഇങ്ങനെ അടുത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. എനിക്ക് ഡ്രസ്സ് മാറാനായിട്ട് ചുരിദാർ ഇടണമെങ്കിൽ എൻ്റെ വേഗം കഴിയും. പിന്നെ ഇതൊക്കെ ഇടലാണ് ഇത്തിരി എന്താ സമയം പിടിക്കില്ല. മുഖത്ത് പിന്നെ ഒന്നും ചെയ്യല, ഒരു പൊട്ട് കുത്താണ്ടോ. അപ്പം ഞാൻ ഇട്ടിട്ടുള്ള ആഭരണങ്ങളിൽ നിന്ന് തുടങ്ങാട്ടാ. ഇതൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. എൻ്റെ സ്വർണ്ണക്കമ്മലാണ്, ജിമിക്കി കമ്മൽ. ഇതും ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. പ്രീനേര അവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ് മുന്നത്തെ ആഭരണ കളക്ഷൻ. അയ്യോ വിചാരിക്കല്ലേ, ഇതിന് വില എനിക്ക് ഓർമ്മയില്ല. ഒരു 700 800 ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഇതിൻ്റെ ഒപ്പം കമ്മലും ഉണ്ട്. പിന്നെ
ഇത് നമ്മുടെ രാജലക്ഷ്മി ചേച്ചി ഇന്നാൾ അബുദാബിയിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ്. ആൾ അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. ഇതിൻ്റെ സെറ്റ് ഉണ്ട്, ഇത് കണ്ട, മോതിരവും ഈ ഒരു വള. അതിൻ്റെ ഒപ്പം തന്നെ അപ്പോൾ രാജലക്ഷ്മി ചേച്ചി ഇങ്ങടെ വരണേന്ന് പറഞ്ഞപ്പോൾ രാജലക്ഷ്മി ചേച്ചിയുടെ മോള് UK-ലുണ്ട്, ഗായു എനിക്ക് വേണ്ടി വാങ്ങി കൊടുത്തയച്ചിട്ടുള്ളതാണ് ഇത്, ഈ വാച്ച്. കെട്ടി കാണിക്കണം. അപ്പോൾ എപ്പോൾ ഫോൺ വിളിക്കുമ്പോഴും ആളിത് കൊണ്ടുവന്ന് വന്നിട്ട് കുറച്ച് നാളായി. ഇത് എൻ്റെ അളവിനാക്കിയിട്ടുണ്ടായിരുന്നില്ലേ കയ്യിൻ്റെ. അപ്പോൾ രാജലക്ഷ്മി ചേച്ചി എനിക്ക് വിളിക്കുമ്പോൾ ചോദിക്കും, ഇത് നീ എന്താ കെട്ടിയിട്ട് കാണുള്ളല്ലോ വീഡിയോയിൽ എന്ന്. അപ്പോൾ ഇതെന്തിട്ടാ വെച്ചാൽ എൻ്റെ അളവിനാക്കിയിട്ടുണ്ടായിരുന്നില്ലേ ഇത്. അപ്പോൾ ഇന്നലെ ഫോൺ വിളിച്ചിട്ട് ആൾ കുറച്ച് ചീത്ത പറഞ്ഞു. അപ്പോൾ ഇന്നലെ വേഗം തന്നെ ചേട്ടൻ എന്നെയും കൊണ്ട് പോയിട്ട് ക്രിസ്റ്റോറിൻ്റെ അവിടെ പോയിട്ട് ഇത് അളവിനാക്കിയിട്ടാ. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളൊരു വീഡിയോ ഷൂട്ടിങ്ങിന് പുറത്ത് പോയപ്പോൾ ഞാൻ ഇത് കെട്ടിയിട്ടാണ് പോയത്. UK-ന്ന് ഗായു കൊടുത്തയച്ചത്. എനിക്കിതുപോലെ കുറേ അനിയത്തിമാരും ചേച്ചിമാരും ആൻറ്റിമാരും അമ്മമാരും കുറേ പേരുണ്ട്, ആങ്ങളമാരും. യൂട്യൂബ് തന്നതാണ് എല്ലാവരും. ചേട്ടൻ അവിടെ പോയി നിൽക്കണേ? അല്ല, ഞാനത് എടുക്കണത് എങ്ങനെയുണ്ട് നോക്കായിരുന്നു. അതെ, ഓ, ഇതിന് കറക്റ്റായിട്ട് എടുക്കുള്ളേന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ നിൽക്കാം. അങ്ങനെയൊന്നുമില്ലേ? അപ്പം അങ്ങനെ അത് കഴിഞ്ഞു കേട്ടാ. ഇത് ഇടാൻ നല്ല സുഖാട്ടാ. ഇത് ഇങ്ങനെയാക്കാ കടാ, എന്നിട്ട് ഇങ്ങനെ കടത്താ, ഇങ്ങനെ ഇടാം കടാ. കറക്റ്റ് ഇങ്ങനെ കിടക്കണം. കറക്റ്റ് അളവാ കൊണ്ടുവന്നത് ആള്. അതുപോലെ മോതിരം അതെ കറക്റ്റാണ്. പിന്നെ ഈ വള ഇതിന് കറക്റ്റ് മാച്ചായിട്ടുള്ള വളയാണ്. പ്രീനേരം അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ വാങ്ങിച്ചിട്ട് കുറേ നാളായി, എനിക്ക് ഓർമ്മയില്ല. അന്ന് 2 കൊല്ലം 3 കൊല്ലം കൂടെ ആയതുകൊണ്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ട്. അല്ല, വിലയുണ്ട്, ഇതിനൊക്കെ വിലയുണ്ട്. പക്ഷെ 2-3 കൊല്ലമായി കണ്ടില്ലേ, ഒരു കേടുമില്ല. പിന്നെ ഈ മോതിരം സ്വർണ്ണമാണ് കേട്ടോ. ഇത് നമ്മുടെ പുഷ്കല ആൻറ്റീനെ ഓർമ്മയില്ലേ? ആൻറ്റി ഇവിടെ അന്ന് വന്നിട്ട് രണ്ട് ദിവസം ഇവിടെ നമ്മുടെ കൂടെ നിന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ആൻറ്റി പോണേലും മുന്നായിട്ട് എന്നെ കൊണ്ടുപോയിട്ട് എനിക്ക് വാങ്ങിച്ചു തന്നതാണ് ഈ സ്വർണ്ണ മോതിരം. എന്ന് വിചാരിച്ചിട്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സും ഗിഫ്റ്റ് തരണം അങ്ങനെയല്ല കേട്ടാ. നമ്മൾ തന്നിട്ടുള്ളവരുടെ നമ്മൾ സന്തോഷത്തോടു കൂടി പറയാണ്. ചിലർ പ്രത്യേകം എടുത്ത് പറയും, തരുമ്പോൾ പറയരുത്, ഞങ്ങളുടെ പേര് പറയരുത്, വീഡിയോയിൽ പറയരുതെന്നൊക്കെ പറയും. പിന്നെ അത് മാത്രല്ല, നമ്മള് ആരെങ്കിലും ഇങ്ങോട്ട് വരാണെങ്കിൽ തന്നെ പറയും, അവര് ചോദിക്കും നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരണം, ഒന്നും കൊണ്ടുവരണ്ടെന്ന് പറയുന്നത്. പുഷ്കലാൻറ്റിയുടെ അടുത്ത് അത്രയ്ക്കധികം പ്രാവശ്യം പറഞ്ഞു, ഒന്നും വേണ്ട ആൻറ്റി, ഒന്നും വേണ്ടെന്ന്. ആൻറ്റി ലാസ്റ്റ് ചീത്ത വിളിച്ചിട്ടാണ് ഞങ്ങളെ എന്തായാലും പോണേലും മുന്നേ, ലാസ്റ്റ് പോണേന്റെ തൊട്ട് മുന്നാണല്ലേ നമ്മളെ കൊണ്ടുപോയിട്ട് ഇത് വാങ്ങിച്ചത്. പോണ വഴിക്ക് വാങ്ങിച്ചിട്ടാണ് പിന്നെ ആളെ പാലക്കാട് നമ്മൾ കൊണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ആൻറ്റി തന്നതാണ് കേട്ടോ ഈ മോതിരം. പിന്നെ ഇനി പറയുകയാണെങ്കിൽ, പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമൻസ് കുറേ വരണത്, ഞാൻ കുഞ്ഞു മാലകൾ ഇടുന്നുണ്ട്. ആ മാലകൾ കാണുമ്പോഴാണ് ചോദിക്കാറ്. അതുപോലെ പാദസരങ്ങൾ മാറി ഇടുമ്പോൾ അത് നമ്മുടെ എവിടെ പുതുക്കാടല്ല കട, പുതുക്കാട് നമ്മൾ ഒരു കടയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കടയുടെ പേര് മറന്നുപോയി, നോക്കിയിട്ട് ഇവിടെ എഴുതി കാണിക്കാട്ടാ. ഒരു എന്നിട്ട് പേരാവോ, ലേഡീസ് ചോയ്സ് എന്നാ അങ്ങനെയാണോ? അല്ല, നമ്മൾ വീഡിയോ ചെയ്തതാണ് അവരുടെ. അത് ചെയ്യാൻ ഞാൻ പോയപ്പോൾ എനിക്ക് അവിടെയുള്ള മാലകൾ, എനിക്ക് അങ്ങനത്തെ നൈസായിട്ടുള്ള മാല, കുഞ്ഞ് ലോക്കറ്റ് വരണ അങ്ങനത്തെ ടൈപ്പ് മാലകൾ, സിമ്പിൾ സാധനങ്ങളില്ലേ, ഭയങ്കര ഇഷ്ടമാണ്. അത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ അവിടെ നിറയുണ്ട്. സ്വർണ്ണക്കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയ്ക്ക് നല്ലത് കാണാറില്ല. അപ്പോൾ എനിക്ക് അവിടെ കണ്ടപ്പോൾ ഞാനിങ്ങനെ കുറേ വാങ്ങിച്ചൊരു 3500 രൂപ അങ്ങോട്ട് ബില്ല് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ വീണ്ടും അവിടേക്കൊന്ന് പോകണമെന്നുണ്ട്. അത് പറയുമ്പോൾ ചേട്ടനെന്നെ തല്ലാൻ വരാം. അതുകൊണ്ട് ദേ മാലകൾ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. എനിക്കിൻ്റെ വിലയൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അവിടെ നല്ല കളക്ഷൻ ഉണ്ട്. ഇപ്പം ഇങ്ങനെയാണെന്ന് അറിയില്ല കേട്ടാ, ഉണ്ടാവണം. ദേ നല്ല ഭംഗിയുള്ള മാലകളാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇട്ടത്. എന്നിട്ട് നമ്മൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്തേക്കണതാണ്. ഒരു 275-നും 350 ഒക്കെ ഇടയിലായിട്ടാണ് ഇതിൻ്റെ വില വരണേട്ടോ. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, 200 ആണോ 300 ആണോ എന്ന് ഓർമ്മയില്ല. 350-ലും കൂടുതലില്ല. അങ്ങനത്തെ മാലയാണ് ഇത്. അധികം ഇട്ടിട്ടില്ല കേട്ടോ. എനിക്ക് അവിടെ നിന്ന് എടുത്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു മാലയുണ്ട്. ആ മാലയാണിത്. ഇത് ഞാൻ എപ്പോഴും ഇട്ടിട്ട് നിങ്ങൾ കാണാറുള്ള മാല. ഇതൊരു റോസ് ഗോൾഡിൻ്റെ പോലെ ഫിനിഷ് വരുന്ന ഒരു മാലയത് കേട്ടോ. പക്ഷെ ഇത് എപ്പോഴും ഇടുന്നത് കൊണ്ട് തന്നെ ഇത് ചെറുതായിട്ട് കളർ പോയി തുടങ്ങി. അവരന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഡെയിലി യൂസ് ചെയ്യാം, കളറൊന്നും പോയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷെ അങ്ങനെ ഡെയിലി യൂസ് പറ്റൊന്നുമില്ല. ഇതിൻ്റെ കൊളുത്ത് അതുമല്ലൊക്കെ ഒരു വെള്ള കളർ വന്നു തുടങ്ങി. കൊളുത്തൊക്കെയാണ് കേട്ടോ കളർ പോയിക്കണം. അല്ലാണ്ട് ഈ ലോക്കറ്റിനോ അല്ലെങ്കിൽ ഈ ചെയ്യനൊന്നും മാറ്റം വന്നിട്ടില്ല. ഈ ചെയ്യനൊക്കെ ഈ റോസ് ഗോൾഡായിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ.
ഈ കൊളുത്താണ് ഈ കളർ പോയത്. ഈ മാല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ എപ്പോഴും ഇടാറുമുണ്ട്. ഇതിട്ടിട്ട് എപ്പോഴും കാണാൻ തന്നെ. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇടാറുള്ള ഒരു മാല തന്നെയാണ് ഇത്. ഇതിട്ടപ്പോൾ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതാണോ അജുവേട്ടൻ അന്ന് എന്നിട്ട് വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചെന്ന മാല എന്ന് ചോദിച്ചിട്ട്. അല്ല, വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചെന്ന മാല വേറെയാണ്. ഇതൊന്നും കളർ പോയിട്ടില്ല ചേട്ടാ. ഇതും ഞാൻ എപ്പോഴും ഇടണത് തന്നെയാണ്, പക്ഷെ ഇതൊന്നും കളർ പോയിട്ടില്ല. പിന്നെ അവിടുത്തെ മാലകളുടെ പ്രത്യേകത എനിക്ക് തോന്നിയതേ, നമ്മൾ റോൾഡ് ഗോൾഡിൻ്റെ ഇല്ല, അതായത് ചെമ്പുമ്മേ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള മാലകൾ, അത് വാങ്ങിക്കുമ്പോൾ അതിങ്ങനെ വടി പോലെ ഇരിക്കും. ഇത് സ്റ്റീലുമ്മേ ഗോൾഡ് പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കണ്ട ഇങ്ങനെ തളർന്ന് തന്നെ കിടക്കും മാല. ഇങ്ങനെ സ്വർണം പോലെ തന്നെ തോന്നും. മറ്റേത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാട്ടാ. ഇത് പ്രീനേരം അവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇത് ഇങ്ങനെ വടി പോലെ കിടക്കും, ഇങ്ങനെ വളയൊന്നുമില്ല, കറക്റ്റ് ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞു പോലെ കിടന്നു ഈ മാല. ഇതൊക്കെ സ്വർണ്ണമാണോ എന്ന് ചോദിച്ചിട്ട് കമൻസ് വരാറുണ്ട് ഇത് ഇടുമ്പോൾ. ഇത് കണ്ട, ഇത് ഇങ്ങനെ കിടക്കും, കണ്ടില്ലേ ശരിക്ക് ഇങ്ങനെ. അല്ല, ഇത് മെറ്റീരിയൽ മാറ്റുണ്ട്. മെറ്റൽ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാ, അതിൻ്റെ മാറ്റം. അത് ചെമ്പാണ്. അപ്പം അങ്ങനെ ഇതിനൊക്കെ അങ്ങനെയാണ് കേട്ടോ വില. ഈ മാല ഇതത് ഞാൻ ഇട്ടിട്ടില്ല. നല്ല ഭംഗിയാണ്. ഇത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പകുതി ഇത്ര ഭാഗം കല്ലും പിന്നെ ഇത്ര ഭാഗം ഇങ്ങനെ ഇട്ട് ഇത് ഇട്ടിട്ടില്ല. ഇത് ഈ മാല ഇങ്ങനെ വെക്കുമ്പോഴുള്ള ഭംഗി നോക്കിക്കണ്ട, നല്ല ഭംഗി ഇത് കാണാൻ. പക്ഷെ ഇത് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ, പക്ഷെ ഇത് എല്ലാ ഡ്രസ്സിനും ഭംഗിയില്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ അധികം ഇടാത്തത്. ഇത് അധികം ഇട്ടിട്ടില്ലല്ലോ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇടുമ്പോൾ ഇത് എടുത്തിടുമ്പോൾ ഭംഗിയില്ല കാണാൻ. ചില ഡ്രസ്സുകൾക്ക് ഇത് നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ കിടക്കും, കണ്ട ഇതുപോലെ കിടക്കും. ഇങ്ങനെ വടി പോലെ നിൽക്കില്ല. ഈ റോൾഡ് ഗോൾഡ് ആകുമ്പോൾ വടി പോലെ നിൽക്കും, പക്ഷെ ഇത് അങ്ങനെ നിൽക്കില്ല, അത് സ്വർണം പോലെ തന്നെ കിടക്കും. അതുപോലെ ഈ മാലയും ഞാൻ എപ്പോഴും ഇടാറുള്ള തന്നെയാണ്. ഈ വിളയി എന്നൊക്കെ പറയും, കണ്ണ് പറ്റാണ്ടിരിക്കാൻ എന്നൊക്കെ പറയണ പോലത്തെ മാല. ഇതും അവിടെ നിന്ന് എടുത്ത് തന്നെയാട്ടാ. ഒക്കെ അത്രയ്ക്ക് തന്നെ, ഒരു 300, 325, 250 ആ ഒരു റേഞ്ച്. പിന്നെ ഈ മാല, ഇത് എന്നോട് നല്ല ഭംഗിയുണ്ട് മാല എന്നിട്ട് കമൻസ് വരാറുള്ളതാണ്. വേണ്ട ഈ മാല, ഇതും ഒരു നീല വരണ കാറുണ്ട്. നീല കളർ ഡ്രസ്സ് ഇടുമ്പോഴാണ് ഇത് ഭംഗി. ഇതിന് തന്നെ കമ്മലും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇതിന്റെ കമ്മലിനാണ് എനിക്ക് കൂടുതൽ ഭംഗി തോന്നുന്നത്. കമ്മലും കൈച്ചെയിനും ഉണ്ട് കേട്ടാ. ചേട്ടൻ അവിടെ ഓരോന്നും ഞാൻ വാങ്ങിക്കും. പിന്നെ ഞാൻ നോക്കല് നിർത്തിയതാ മാല. ഇപ്പൊ ഒന്ന് പോവായിരുന്നു പറഞ്ഞു എന്നോട്. ഇത് ഞാൻ വാങ്ങി വന്നിട്ട് ഇതൊക്കെ സീമ ചേച്ചിക്ക് അവിടെ പോയി കാണിച്ചു കൊടുത്ത്. അപ്പൊ ചേച്ചി പറഞ്ഞു നീന് പോകുമ്പോ എന്നോടും പറഞ്ഞോട്ടാ, അല്ലൻ ചേട്ടനോട് പറഞ്ഞു ആ കടയിലേക്ക് വന്നു. അപ്പൊ അല്ലൻ ചേട്ടൻ ചീത്ത കിട്ടു. അല്ലൻ ചേട്ടൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ ഇഷ്ടമല്ല. അതായത് സ്വർണം നിനക്ക് വേണോ പറഞ്ഞോ, ഇപ്പം എന്നെ പോവാം, ഡ്രസ്സ് മറിക്കാം, എനിക്ക് ഏതൊക്കെ വേണം എടുത്തരാം, പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കാൻ അല്ല ചേട്ടന് ഇഷ്ടമല്ല. കാരണം കൊണ്ട് അല്ല ചേട്ടൻ കൊണ്ടുപോയില്ല. ഇനി നീ പോകണ്ടെങ്കിൽ പറഞ്ഞോളോ ട്രീ, എനിക്ക് ഇങ്ങനത്തേക്ക് എടുക്കാനാന്ന് പറഞ്ഞു. കിട്ടില്ലല്ലോ. അതെ, പക്ഷെ ഇതിനാകെ 200-300 രൂപ വരുന്നുള്ളൂ. അതാണ് ഇത് കേട്ടാ. ഇതാണ് ഒരു വടി പോലെ നിൽക്കണ മാലയുള്ളത്. ഇത് പക്ഷെ സ്വർണ്ണല്ലാന്ന് ഒരാളും പറയില്ല കേട്ടാ. ശരിക്ക് ഇത് വേണമെങ്കിൽ കഴുത്തില് വേണ്ട, കഴുത്തിൽ ഇടണ്ടല്ലോ. നോക്കിയേ നല്ല ഭംഗി സാധനം. ഇത് ദൂരനാ ഊരിട്ട് വെക്കണ, ഊരിട്ടാണ് വെക്കുക. വേണ്ട കണ്ടില്ലേ ഇത്ര ഉള്ളോ. ഇതൊക്കെ ആവലിന് ചേട്ടാ, ഒക്കെ ഒരു റേഞ്ച് തന്നെയാ. ഇതും ഈ പറഞ്ഞ പോലെ മാല കാണാനുള്ള ഭംഗി കണ്ടിട്ട് എടുത്തേ. പക്ഷെ നമ്മൾ ഓരോ ഡ്രസ്സുകൾ ഇടുമ്പോൾ ആ ഡ്രസ്സിന് ഇത് ഇടുമ്പോൾ ഭംഗിയില്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും ഡ്രസ്സ് ഇടുമ്പോൾ ഭംഗിയുള്ളത് വരുമായിരിക്കും. അപ്പം ഞാനിത് ഇട്ടിട്ട് കാണാം. ഇനി ആ കടയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ് ഈ കൈച്ചെയിൻ. ഇത് പിടിച്ച ഇത് നല്ല ഭംഗിയാണ് കാണാൻ. ഇത് വീഡിയോ എടുക്കുമ്പോൾ അല്ലാണ്ട് ഞാനിത് ഇട്ട് പോകുമ്പോൾ നേരിട്ട് കണ്ടിട്ട് ഇങ്ങനെ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്. ഇത് റോസ് ഗോൾഡ് പോലെ തന്നെയാട്ടാ. പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചതിൽ ഒരൊറ്റ വട്ടം മാത്രം ഇട്ടിട്ടുള്ള സാധനമാണ് ഇത്. കണ്ട, ഇത് ആ ഒരു ഒറ്റ വട്ടം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ പോയി ഈ പരുവായി. അതെന്താണാവോ. ഇത് പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. ഭംഗിയുണ്ട് കാണാൻ, പക്ഷെ കളർ പോയി. പിന്നെ ഒരു മാലയുണ്ട്. ഇതും എനിക്ക് കമൻറ്റ് വരാറുണ്ട് ഈ മാലേനെ കുറിച്ച് ചോദിച്ചിട്ട്. ഇതിന് ഊരാനായിട്ട് നമ്മൾ
ഇത് സ്വർണ്ണമാണ് കേട്ടാ. ഇതൊരു 2.5 പവനുണ്ട്. എൻ്റെ അല്ല, നമ്മുടെ സീമ ചേച്ചിയുടെയാണ് കേട്ടാ. മിക്കവാറും ഞാനാണ് ഇത് ഇടാറെന്ന് മാത്രം. ഒരു കുളത്തുള്ളതും അത് കുഴപ്പമില്ല. അതെ, ഈ മാല ഇട്ടിട്ട് തന്നെ കുറേ വട്ടം കണ്ടിട്ടുണ്ടാവും ഈ മാല. അതൊരു 3 പവന്റെ അടുത്തുണ്ടാവും. 2.5 പവനാണ് ഈ മാല കേട്ടാ. അതെ. ഞാൻ ചേച്ചിയോട് ചോദിച്ചത് ഇത് എവിടെ നിന്ന് എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? ചേച്ചിക്ക് ഓർമ്മയില്ല, കുറേ നാളായിട്ട് കാണാല്ലേ. അപ്പോൾ ഇത് കുറേ നാളായിട്ട് എടുത്തിട്ട്, അപ്പോൾ ചേച്ചിക്ക് ഓർമ്മയില്ല ഏത് ജ്വല്ലറിയിൽ നിന്ന് എടുത്തിട്ടില്ലേ. അപ്പോൾ ഇത് 2.5 പവനുണ്ട്, സ്വർണ്ണമാണ്, എൻ്റെ അല്ല. അല്ല, അതവിടെ ഇടുന്നോട്ടെ, ഭംഗിയില്ലേ? നല്ല ഭംഗിയാ. ആ മാലക്കാളും ഭംഗി ഇതല്ലേ ഇതിന്, ഈ ഡ്രസ്സിന്. ഇത് ഭംഗിയുണ്ട്. അത് ഭംഗിയുണ്ട്, ഭംഗിയുണ്ട്. ഭംഗിയില്ലെന്നൊന്നും പറയുന്നില്ല, എല്ലാം ഭംഗിയുണ്ട്. പിന്നെ കമ്മല്, ഈ കമ്മല്, ഈ ഞാലിക്കമ്മല് എവിടെ നിന്ന് എടുത്തതാണ്, സ്വർണ്ണമാണോ എന്ന് ചോദിച്ചിട്ട് കമൻസ് വരാറുണ്ട്. ഇത് എന്നെ ഇട്ടിട്ട് എപ്പോഴും കാണാം. ഇത് എൻ്റെ കമ്മൽ തന്നെയാണ്. അതൊരു 6 ഗ്രാം ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഇവിടെ പണിതിട്ടുള്ളതാണ്. ഇവിടെ മുന്നേ ആദ്യം ജഗ്ഗുനൊരു 1 വയസ്സ് 2 വയസ്സും കൂടെ ഉള്ളപ്പോൾ പണിതിട്ടുള്ളതാണ്. 2011 അങ്ങോട്ട് പണിതിട്ടുള്ളതാട്ടാ. അപ്പോൾ ഇവിടെ 2 പേര് ഇരുന്ന് പണിയുണ്ട് നമ്മുടെ വീടിൻ്റെ മുകളിൽ സ്വർണ്ണപ്പണിയിട്ട്. അപ്പോൾ ജോഷി പണിതിട്ടുള്ളതാണിത്. പാദസരങ്ങൾ കാണിക്കണ്ടല്ലോ. അപ്പോൾ പാദസരങ്ങൾ പിന്നെ ഒക്കെ പ്രീനേരം അവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ മാറി ഇട്ടിട്ട് പാദസരങ്ങൾ ചിലപ്പോൾ എൻ്റെ കാലുമ്മ കാണാം. അതിൽ സ്വർണ്ണപ്പാസരം ഉണ്ട് എനിക്ക്. ഇതാണ് സ്വർണ്ണപ്പാസരൻ്റെ. പക്ഷേ ഇത് ഒരു ദിവസം ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു കാലുമല്ല പാദസരമുള്ളൂ. നമ്മൾ ഒരു നിമിഷം എന്താ പറയാ, പേടിച്ച് ഞാനിങ്ങനെ വിയർത്തിങ്ങനെ ഇതായിപ്പോയി. ചേട്ടൻ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കാം, പാദസരം എവിടെയാ തപ്പുണ്ടായിട്ട്. അതല്ല, ഇതിൻ്റെ ഇത് കുളത്ത് ടൈറ്റ് അല്ല. അപ്പോൾ ഞാൻ ഇത് ഇടരുതെന്ന് പറഞ്ഞു, കുളത്ത് ടൈറ്റ് ആക്കി ഇടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് അത് കൂട്ടാക്കാണ്ട് അത് ഇട്ട് പോയതാണ്. അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ കാണാൻ ഒരു പാസരം കാണില്ല, ഒരു കാലുമില്ല പാസരമുള്ളൂ. കാരണം ഇത് നമ്മുടെ റോട്ടിയോടെ പോവാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാലുമെന്ന് പോണത് അറിയില്ല. അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാറിൻ്റെ ഉള്ളിൽ നിന്ന് കാറിന്റെ മാറ്റം എടുക്കണം, ചവിട്ടി. അപ്പൊ ഇത് പിന്നെ എനിക്ക് ഇത് ഇടാൻ പേടിയാവാ. അല്ല, ഞാൻ ടൈറ്റ് ആക്കി കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ഞാനപ്പോ ഇത് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ, ഇത് പിന്നെ ഇടില്ല. അല്ല, പോയി കഴിഞ്ഞാൽ നീ 10-50,000 രൂപ പോവും. അത് ഇപ്പൊ എന്റെ കാലുമ്പ് എടുക്കണ നോക്കിയ പാസരം വേണ്ട. ഇതൊക്കെ നമ്മുടെ പ്രീനേരം അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടാ. സ്റ്റാർ, ഇങ്ങനത്തെ കുറേ മോഡലുകളുണ്ട്. മോഡലുകൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ ടൈപ്പ് ഇതൊക്കെ ഒരു 100 രൂപയ്ക്ക് കേട്ടാ ഇതിൻ്റെ വില. 100-120 രൂപയ്ക്ക് ഇതിൻ്റെ വില. പിന്നെ ഇത് കണ്ടാ, ഇത് പിന്നെ വേറെ, അയ്യോ ചേട്ടൻ പോയി. ഈ ടൈപ്പ് ഇതൊക്കെ 2-3 കൊല്ലെത്തിയതാട്ടാ. അതൊക്കെ കുറേ ഇട്ട് ഞാൻ പരുവായിട്ടുള്ളതാണ്. പക്ഷെ കളറ് പോണില്ല ഒന്നും. എന്താണാവോ? അതിപ്പോ നോക്കിയാ എൻ്റെ കാതിലത്തെ ഈ കടുക്കല്ലേ, ഇതിപ്പോ കുത്തിയിട്ട് കുത്തിയിട്ട് ഇപ്പോൾ 3 കൊല്ലം, എത്ര കൊല്ലം അങ്ങടെ 3 കൊല്ലം പറയും. എന്നിട്ട് നോക്കിയാൽ ഇതുവരെയായിട്ട് ഇപ്പോൾ ഇതിൻ്റെ കളർ നീങ്ങിയിട്ടില്ല. ആ പൊടി ഇതിൻ്റെ ചിലവ് 25 രൂപയുടെ സാധനമാണ്. 25 രൂപയല്ല, 25 രൂപയുടെ സാധനമാണ് ഈ കടുക്കാൻ. പക്ഷെ ഇതുവരെയായിട്ട് അവര് തെറ്റി തന്നായിരിക്കും. സ്വർണ്ണ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും ഇതിന് സ്വർണ്ണാവൂ. കണ്ടാ, സ്വർണ്ണായിരിക്കും. ജഗ്ഗുനും ചേട്ടനും ഒരുമിച്ചാണ് അന്ന് കാത് കുത്തിയത്. പക്ഷെ ജഗ്ഗുന് പിന്നെ സ്കൂള് തുറന്നപ്പോൾ കമ്മലിടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഊരി വെച്ചു. 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഓട്ടം അടഞ്ഞു. ചേട്ടൻ പിന്നെ അങ്ങനെ നടക്കുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ കമ്മല് വാങ്ങിച്ചിടണം എന്ന് പറഞ്ഞതാ, ഡയമണ്ട്. പക്ഷെ അതിന് ഇട്ട് നടക്കണം ഇപ്പോഴും. 3 കൊല്ലം കഴിഞ്ഞു. അതെ, അപ്പം അത് കഴിഞ്ഞു. പിന്നെ ഇപ്പം അന്ന് പ്രീനേരെ ഒരു കടയുടെ വാർഷികത്തിന് പോയപ്പോൾ അവള് ഗിഫ്റ്റായിട്ട് തന്നതാണ് ഈ മാല. ഞാൻ ഇതുവരെ ഇതിൽ നിന്ന് എടുത്തിട്ടില്ല. ഇതുവരെ ഞാനിത് ഇട്ടിട്ടില്ല. നല്ല ഭംഗിയുള്ള മാലയത്, മാലയും കമ്മല്. പക്ഷെ ഇട്ടിട്ടില്ല, ഞാൻ വെറുതെ കാണിച്ചു എന്ന് മാത്രം കേട്ടാ. എല്ലാതും കാണിച്ച കൂട്ടത്തിൽ കാണിച്ചു എന്ന് മാത്രം. ഇനി വേറെ ഏതെങ്കിലും ഡ്രസ്സിന്റെ കൂടെ ഇത് ഇടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും സ്വർണ്ണമല്ല എന്ന് പറയും. സ്വർണ്ണല്ല, പ്രീനേര അവിടുത്തെ പ്രീന തന്നതെന്ന് പറഞ്ഞില്ലേ, പ്രീനേര റോൾഡ് ഗോൾഡ് കട. ആ കടയിലൊക്കെ എല്ലാത്തിൻ്റെയും കടയുടെ ഫോൺ നമ്പറും ഇതൊക്കെ തരാട്ടാ. അവിടെ നിന്നൊക്കെ ഓൺലൈനായിട്ട് കിട്ടും. മറ്റേ പുതുക്കാടുത്ത കടയിൽ അവർ ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടാ. പിന്നെ ഇതൊക്കെ ഉണ്ടായിട്ടും ചെറിയേട്ടൻ്റെ സഞ്ജുവിൻ്റെ എൻഗേജ്മെൻ്റ് ആയപ്പോൾ പച്ച ബ്ലൗസും ഇതായിരുന്നില്ല. അപ്പോൾ പച്ച സാധനങ്ങൾ വേണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ പച്ച ഒന്നുമില്ല. അപ്പോൾ ഗുഡ്വില്ലുണ്ട് നമ്മുടെ തൃശ്ശൂർ പാലസ് റോഡിൽ. ബ്ലൗസ് തയ്ച്ച് കിട്ടി അവിടെ തന്നെ. അവിടെ തന്നെ നേരെ ഓപ്പോസിറ്റ് കല്യാണിൽ കയറിയിട്ട് അതിന് ആ ബ്ലൗസിന് ചോദിച്ച സാരി, ടിഷ്യൂൻ്റെ സാരി വാങ്ങിച്ചു.
അവിടെ തന്നെ ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗുഡ്വില്ല് ഭയങ്കര വിലയാട്ടോ സാധനങ്ങൾക്ക്. പക്ഷേ നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടും. അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഈ വള കണ്ട പച്ച. ഓക്കെ, ഇതിന് വിലയുണ്ട്. നല്ല ഫിനിഷിങ്ങും ആണ്. നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാം. ഇത് പിടിച്ചോട്ടെ. പിന്നെ മാല വെച്ച് കാണിച്ചു തരണം. ഈ ഡ്രസ്സിന് ഇത് ഇടുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. പച്ച സാരിക്ക് ഇനി ഇത് ഭംഗി ഉണ്ടാവുള്ളൂ. വെറുതെ കാണിച്ചു തരാം. ചോക്കറാണ് ഇത്. ഇങ്ങനത്തെ ഇടാനായിട്ട് സുഖം. ഇതിങ്ങനെ ഇടുക, ഇതിങ്ങനെ പിടിച്ചവിടെ വലിക്കുക. അപ്പോൾ ഇത് കറക്റ്റ് അവിടെ നിന്നോളൂ. പച്ച സാരി കൊടുക്കുമ്പോഴാണ് ഇതിന് ഭംഗി ഉണ്ടാവുള്ളൂ. ഈ ഡ്രസ്സിന് ഇത് ഭംഗി ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഇരിക്കണേ കറക്റ്റ് അല്ലേ? ഇതിൻ്റെ മാച്ചായിട്ടുള്ള കമ്മലത്. ആ കമ്മൽ ഞാൻ ഇട്ടിട്ടില്ല. കണ്ട അതിൻ്റെ ടാഗും കളഞ്ഞിട്ടില്ല. ഇതിന് എത്ര വില എന്നറിയോ? 1825 രൂപയാണ് ഈ കമ്മലിൻ്റെയും മാലയുടെയും കൂടിയിട്ടുള്ള വില. 1825 രൂപ. പക്ഷെ കമ്മൽ ഇതുവരെ ഇങ്ങനത്തെ കമ്മൽ ഞാൻ ഇടാറില്ലേ, അതുകൊണ്ട് ഇത് ഇട്ടിട്ടില്ല ഇതുവരെയ്ക്ക്. കമ്മൽ ഞാനത് ഇടില്ലല്ലോ, അതുകൊണ്ട് പച്ച ജിമിക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു ഗുഡ്വില്ലിൽ നിന്ന്. വിലയുണ്ട്. 700 അങ്ങനെ എത്രയാണെന്ന് തോന്നുന്നുണ്ട് ജിമിക്കിയുടെ വില. കണ്ട ഭയങ്കര ഫിനിഷിങ്. പക്ഷെ അല്ല എന്താ ഭംഗിയില്ലേ. അപ്പം അങ്ങനെ കഴിഞ്ഞു. ഇനി ഉണ്ടായേനെ ചേട്ടൻ എന്നെ കൊണ്ടുപോകണില്ലേ അവിടേക്ക്. ഇന്നാളും കൂടി ഞാൻ പറഞ്ഞു ആ പുതുക്ക അടുത്ത കടയിലേക്ക് ഒന്നും കൂടി പോവായിരുന്നു. അപ്പം ചേട്ടാ അടുപ്പിലേക്ക് പോവാണ്ടാന്ന് പറഞ്ഞു. ഇത് പിന്നെ അറിയാലോ, ഇതന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് ചേട്ടൻ വാങ്ങിച്ചത്. ഇത് മാത്രമാണ് സ്വർണ്ണം. അല്ല അതല്ല, മാലകളിൽ ഇതാണ് സ്വർണ്ണം. ഡയമണ്ട് ആണത്. ഇത് മാത്രം ഡയമണ്ട് കേട്ടാ കയ്യിലത്തെ. അതന്നെ, ഇത് മാത്രം ഡയമണ്ട്. ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ കാരണം എപ്പോഴെപ്പോഴും ഇടാൻ പറ്റില്ല. എന്നാലും ഞാൻ ഇടുകയൊക്കെ ചെയ്യും. ഇടാനല്ലേ പിന്നെ എന്തിനത് വാങ്ങിച്ചത് അല്ലേ. അപ്പം അങ്ങനെ ഇത്രയാണ് കാര്യങ്ങൾ. ആഭരണങ്ങൾ കണ്ടില്ലേ. അപ്പൊ ഇത്രയും ആഭരണങ്ങൾ സരിതയ്ക്കുണ്ട്. ഇതൊക്കെ സരിത അത് അന്ന് കാണിച്ചിട്ടുള്ള തന്നെയല്ല, അതുകൊണ്ട് കാണിക്കണ്ടല്ലോ വെച്ചിട്ടാ. പിന്നെ ഓരോ പെട്ടികളിലേക്ക് ആക്കി കറക്റ്റായിട്ട് എടുത്ത് വെക്കും എല്ലാതും. ഓരോ ഡ്രസ്സ് ഇടുമ്പോ അതിനനുസരിച്ചില്ലാണ്ട് കൊണ്ടുവന്നാണ്ട് ഇതാക്കും. അങ്ങനെ അളമാരിയും കൂടി ഇനി വാങ്ങിക്കണം ആഭരണങ്ങൾ വെക്കാൻ തന്നെ. സ്വർണ്ണം നല്ലൊരു സ്വർണ്ണം ഉള്ളത് 2-3-4 മതിയില്. അപ്പൊ അങ്ങനെ കഴിഞ്ഞു. അപ്പൊ ഈ വക സാധനങ്ങൾ മുഴുവനായിട്ട് ഞാൻ അകത്ത് കൊണ്ടു വയ്ക്കാൻ പോവാണ്. അപ്പൊ ഇത് കാണിക്കാനായിട്ട് നമ്മള് ഈ ദാവണി സ്ഥിരമായിട്ട് കമന്റ്സ് വരാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് വന്നു തുടങ്ങി. അതൊക്കെ കാണിക്കുമോ ചോദിച്ചിട്ടേ. അപ്പോൾ ആഭരണ കളക്ഷൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളതാ. പിന്നെ ഞാൻ ആലോചിച്ചേ ആ വീഡിയോ ഇട്ടതിന് ശേഷമുള്ള അതിന് ശേഷം എടുത്തിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്, അത് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇനി സരിതയുടെ ഒരു ട്യൂമർ സ്റ്റോറി ഉണ്ട്. തലയുടെ ഉള്ളിൽ മുഴ വന്നിട്ടുള്ള ഒരു കഥ പറയാണ്ട്. അത് പറഞ്ഞിട്ട് കുറേ പേരായി ഇപ്പോൾ കമൻ്റ് ഇടുന്നത്, വിളിച്ചു ചോദിക്കുന്നത്. കാരണം അത് ആളുകൾക്ക് ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ അത് അടുത്ത ആഴ്ച നമുക്ക് പറയാം. അപ്പോൾ നിർത്താം അല്ലേ. അപ്പോൾ ശരി. അതും പിടിച്ച് നിൽക്കണം ചേട്ടനെ അവിടെ വെച്ചിട്ട് തരണൂടെ. പോണെന്ന് വെച്ചോട്ടെ. ഇനിയിപ്പോൾ ഞാനിത് അല്ല നന്ദി നമസ്കാരം പറയണമെങ്കിൽ അവിടെ വെക്കണ്ടേ. അപ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം.